We greet you all in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യട്ടെ. You are a very disciplined and orderly congregation. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ മാരാമൺ മഹായോഗം തന്നെ നല്ല ശിക്ഷണത്തോടെ നടത്തപ്പെടുന്ന ഒരു യോഗമാണ്. And I look forward to your continued desire to hear God's word and to write it into your hearts and minds. നമ്മുടെ ഹൃദയത്തിൽ എഴുതത്തക്കവണ്ണം ദൈവവചനത്തെ സ്വീകരിപ്പാനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. In this convention I have 3 sessions. ഈ കൺവെൻഷനിലെ 3 യോഗങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്. And the common theme is new life in Christ. പൊതുവായ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള പുതുജീവൻ എന്നതാണ്. In my first session on Tuesday I spoke about living by the word of God. ചൊവ്വാഴ്ച നടന്ന ആദ്യത്തെ എൻ്റെ യോഗത്തിൽ ഞാൻ സംസാരിച്ചത് ദൈവവചനത്താൽ ഈ പുതിയ ജീവനിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. Based on Matthew chapter 4 verse 4. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. This evening I am going to speak on living by the Spirit. ഈ സന്ധിയിൽ ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവ ആത്മാവിനാൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. Now in the English Bible, when you read the word spirit, if it is small s, it is the human spirit. If it is capital S, it is the Holy Spirit. ഇംഗ്ലീഷ് വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സ്പിരിറ്റ് എന്ന വാക്കിൽ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരത്തിലുള്ളതാണെങ്കിൽ അത് ദൈവാത്മാവിനെ സൂചിപ്പിക്കുന്നതും, സ്പിരിറ്റ് എന്ന വാക്ക് ചെറിയ അക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് മനുഷ്യന്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്നതുമാണ്. For example, in Romans 8:16 it says, the Spirit testifies to our spirit that we are God's children. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും. So that's the difference between God's spirit and our spirit. ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. When we accept Christ as Savior and Lord, His Spirit comes and dwells in us. നാം യേശു കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. On Tuesday I told you about how when we believe in Jesus and receive into our heart as children of God, we become the children of God. ചൊവ്വാഴ്ച ഞാൻ സംസാരിച്ചത് നാം കർത്താവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായി മാറുന്നത് എന്നാണ്. The Apostle John wrote about Jesus in John chapter 1, 10, 11, 12. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ യോഹന്നാൻ ഇപ്രകാരം എഴുതുന്നുണ്ട് കർത്താവിനെ കുറിച്ച്. He was in the world, and though the world was made through him, the world did not recognize him. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. He came to that which was own, his own did not receive him. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. His own means the Jews. He came to the Jews. സ്വന്തമായവർ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് യഹൂദരെ കുറിച്ചാണ്. അവൻ യഹൂദരുടെ ഇടയിലേക്കാണ് വന്നത്. Yet to all who received him, who believed his name, God gave them the right to become the children of God. യേശുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. And we spoke about that on Tuesday. അതാണ് ചൊവ്വാഴ്ച നാം പങ്കുവച്ചത്. And I believe many of you received Christ into your heart by faith. ഞാൻ ചിന്തിക്കുന്നു നിങ്ങളിൽ പലരും വിശ്വാസത്തിൽ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചുവെന്ന്. At that point of time, what has happened? എന്താണ് ആ സമയത്ത് സംഭവിക്കുക? Having become the children of God, His Spirit has come into our hearts. നാം ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. In Galatians chapter 4 verse 6, Paul writes to the Galatians, because you are sons, God sent the Spirit of His Son into hearts. The Spirit calls out, Abba, Father. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം, 4th chapter verse 6. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. He has come into our hearts. അവൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. And He will live in us forever. നമ്മുടെ ഉള്ളിൽ അവൻ എന്നേക്കുമായി വസിക്കുകയാണ്. In Ephesians chapter 1 verse 14 is written, having believed, you are marked with the seal, the promised Holy Spirit, who is a deposit guaranteeing our inheritance. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു,
തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. Mudra means sealed. മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Sealed by God that we are His children, we have an inheritance. ദൈവത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുന്നതിനായും ദൈവത്തിൻ്റെ മക്കളായി തീരുന്നതിനായും നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. It's wonderful to know that we are sealed by Him. His Spirit lives inside us. നമ്മുടെ ഉള്ളിൽ ആത്മാവ് വന്ന് വസിക്കുന്നു, നമ്മൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. But we are called to be led by the Spirit of God. നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനായി വിളിക്കപ്പെട്ടവരാണ്. In Romans 8:14, Paul writes, as many as are led by the Spirit of God are sons of God. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. The sign, the recognition, the identity of a Christian is he is led by the Spirit of God. ഒരു ക്രിസ്ത്യാനിയുടെ സ്വത്വം എന്ന് പറയുന്നത് അവൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. But everybody is not led by the Spirit. എന്നാൽ എല്ലാവരും അപ്രകാരം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല. There are many Christians who walk in the flesh, not in the Spirit. പല ക്രിസ്ത്യാനികളും ജഡത്തിൽ ജീവിക്കുന്നവരാണ്, അവർ ആത്മാവിൽ ജീവിക്കുന്നവരല്ല. That's because the minds are led by the sinful nature, not by the Spirit. അതിന്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ജഡത്തിന്റെ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുകയാണ്, ആത്മാവിന്റെ സ്വഭാവത്താൽ അല്ല. In the book of Romans chapter 8 verse 5 and 6 we read, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, those who live according to sinful nature have their minds set on what that nature desires. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. Those who live in accordance with the Spirit have the mindset on what the Spirit desires. നാം ആത്മാവിൽ ജീവിക്കുമ്പോൾ ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള മനസ്സും ചിന്തകളുമാണ് നമുക്കുള്ളത്. The mind of sinful man is death, but the mind controlled by the Spirit is life and peace. ജഡത്തിന്റെ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സുള്ളവർ മരണം അനുഭവിക്കുന്നവരാണ്, എന്നാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ആത്മാവിനാൽ ജീവിക്കുന്നവരാണ്. When you are led by the Holy Spirit, we will be in the center of God's will in all our whole life. നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. And whether we live by the Spirit or live by the sinful nature depends on our love for God. നാം ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നവരോ നാം ആത്മാവിൽ ജീവിക്കുന്നവരോ എന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നാം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. When led by the Holy Spirit, we will have life and peace wherever we are. നാം എവിടെയായിരുന്നാലും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം അവൻ നൽകിയിട്ടുണ്ട്. And when we are led by the Spirit, we will choose to be friends of Jesus. നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ സുഹൃത്ത് വലയത്തിലാണ്, യേശുവിന്റെ സുഹൃത്തുക്കളാണ് നമ്മൾ. The choices we make will be godly choices, not worldly choices. നാം ജീവിതത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ ദൈവികമായ തെരഞ്ഞെടുപ്പുകളാണ്, അത് ലോകപരമായ തെരഞ്ഞെടുപ്പുകളല്ല. The Lord told the disciples in John chapter 15 verse 15, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, I no longer call you servants because servant does not know his master's business. Instead I have called you friends. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നിനി പറയുകയില്ല. For I have shared with you whatever the Father taught me. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് പിതാവ് എന്നെ പഠിപ്പിച്ചതാണ്. Then he says the next verse, അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, You didn't choose me, I chose you and appointed you to go and bear fruit that will last. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. To bear fruit in our life, we should be friends of Jesus that we bear fruit. നാം യേശുവിന്റെ സ്നേഹിതരാകുന്നത് കൊണ്ട് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായിത്തീരും. He lead us the right way we have to go. നമ്മൾ പോകേണ്ട ശരിയായ വഴിയിൽ അവൻ നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. The Spirit makes us more and more like Jesus. ആത്മാവ് നമ്മെ കൂടുതൽ യേശുവിനെ പോലെയായി തീരാൻ സഹായിച്ചുകൊണ്ടിരിക്കും. Also at the point of time we accepted Christ, a veil covering our heart was removed.
നാം യേശുവിനെ നമ്മുടെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മൂടിയിരുന്ന ഒരു മൂടുപടം മാറിപ്പോയിരിക്കുന്നു. That veil prevented us from understanding the scriptures. ആ മൂടുപടം മാറിപ്പോയപ്പോൾ തിരുവെഴുത്തുകളെ മനസ്സിലാക്കാൻ നമുക്കിടയായിത്തീരും. The Apostle Paul spoke about the Jews living during his time who did not accept Jesus as their savior, that a veil covered their hearts. യേശു കർത്താവിന്റെ കാലത്ത് യേശു കർത്താവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കാതെ ഇരുന്ന യഹൂദരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവരുടെ ഉള്ളിൽ ഒരു മൂടുപടം, ഹൃദയത്തെ ഒരു മൂടുപടം മൂടിയിരിക്കുന്നു എന്നാണ്. And Paul writes and says, only in Christ this veil is removed. പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് ഈ മൂടുപടം മാറിപ്പോകുന്നത്. And whenever anyone turns to Christ, this veil is removed. എപ്പോഴോ ആരെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, അവനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുമ്പോൾ ഈ മൂടുപടം മാറിപ്പോവുകയാണ്. In 2 Corinthians chapter 3 verse 18, Paul writes, കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു, and we with unveiled faces all reflect God's glory, are being transformed into his likeness with ever increasing glory which comes from the Lord who is the Spirit. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിനാൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. The Holy Spirit is a counselor. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉപദേശകനാണ്, സഹായകനാണ്. He will reveal scriptures to us. അവൻ തിരുവെഴുത്തുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ്. He is the author of the Bible. ഈ വേദപുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവാണ്. And he comes and lives in us. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം So ചെയ്യുന്നത്. we all can understand the Bible. നമുക്ക് എല്ലാവർക്കും വേദപുസ്തകത്തെ മനസ്സിലാക്കാനായി സാധിക്കും. He will teach us, John 14:26. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമ്മെ പഠിപ്പിക്കും. He will remind us of scriptures, John 14:26. 26-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, അത് മാത്രമല്ല അവൻ തിരുവെഴുത്തുകളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. And he'll give us words to speak. നാം സംസാരിക്കേണ്ട വചനം നമ്മുടെ നാവിലേക്ക് അവൻ തരും. In 1 Corinthians 2:13 we read about Paul writing and saying, this is what we speak, not in words taught by human wisdom, but in words taught by the Spirit, expressing spiritual truths in spiritual words. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. And he will counsel us with regard to the will of God. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അവൻ നമ്മെ ഉപദേശിക്കുന്നവനാണ്. Now, because we are called by God to bear fruit, that only happens when you are friends of Jesus. You must choose to be friends of the Lord. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ നാം യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതർ ആയിരിക്കണം. Now, is it possible for a Christian to become an enemy of God? ഒരു ക്രിസ്ത്യാനിക്ക് ദൈവത്തിൻ്റെ ശത്രുവായിരിക്കാൻ സാധിക്കുമോ? Is it possible? അത് സാധ്യമുള്ള കാര്യമാണോ? Think about it. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. What does the Bible say about it? എന്താണ് വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത്? James wrote to Christians. In the book of James chapter 4 verse 4 he writes, you adulterous people, don't you know that friendship with the world is hatred towards God? Anyone who chooses to be a friend of the world becomes an enemy of God. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, chapter 4 verse 4. 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതർ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. It's a choice we make. We choose the world or we choose Jesus. നാം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. നാം യേശുവിനെ തെരഞ്ഞെടുക്കുന്നോ അതോ നാം ലോകത്തെ തെരഞ്ഞെടുക്കുന്നോ? In 1 John chapter 2 15 to 17 we read, യോഹന്നാൻ എഴുതിയ ലേഖനം, first letter of John chapter 2 15 to 17. 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, do not love the world or anything in the world. For everything in the world, the cravings of sinful man, the lust of his eyes, boasting what he has and does, comes not from the Father but from the world. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. How often make choices based on
what we see, what I like to have. നാം എന്ത് കാണുന്നു, നാം എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. Not what God wants us to have, but what we want to have. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, പലപ്പോഴും നാം എന്ത് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. When we share the gospel of Christ and people reject the gospel, we normally say people don't want to go God's way, they go their own way. നമ്മൾ സുവിശേഷം പങ്കുവെക്കുകയും ആളുകൾ അത് സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നാം പലപ്പോഴും പറയുന്നു, അവർ യേശുവിന്റെ വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ലോകത്തിന്റെ വഴിയിൽ പോകാനാണ് What ആഗ്രഹിക്കുന്നത്. about Christians? They're not very different. ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ളവരാണ്, അവരും ഒട്ടും വ്യത്യാസമുള്ളവരല്ല. They go their own way and think it's God's way. സ്വന്തം വഴികളിൽ സഞ്ചരിക്കുകയും എന്നാൽ അത് ദൈവത്തിന്റെ വഴിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. Lord, I want to go to Europe, I want to go to America, bless me, I'm going. സാധാരണയായി നമ്മൾ പറയുന്നത്, എനിക്ക് യൂറോപ്പിലേക്ക് പോകണം, എനിക്ക് അമേരിക്കയിലേക്ക് പോകണം, അതിന് നീ എന്നെ അനുഗ്രഹിക്കണമേ We take a എന്നാണ്. decision and we want God to bless it. എന്നിട്ട് നമ്മൾ പറയുന്നു, ദൈവമേ നീ അതിന് എനിക്ക് അനുഗ്രഹം തരണമേ. Acts 17:26 says he determined the time set for us and the exact places where we should live. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത്, ദൈവം നമുക്കായി ചില സമയങ്ങളെ ഒരുക്കിയിരിക്കുന്നു, നാം എവിടെ വസിക്കണമെന്നുള്ളതും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതാണ്. In my family, I'm the youngest of 5 children. എൻ്റെ കുടുംബത്തിൽ 5 മക്കളുള്ളതിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. Youngest and the most pampered of all. ഞാൻ ഏറ്റവും ഇളയവനായതുകൊണ്ട് നന്നായി താലോലിക്കപ്പെട്ടവനായി. I have 2 elder brothers. എനിക്ക് 2 മുതിർന്ന സഹോദരന്മാരുണ്ട്. Both did engineering in IIT Madras. അവർ രണ്ടുപേരും IIT മദ്രാസിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരാണ്. One went to America in 1965, other went in 1969. ഒരാള് 1965 അമേരിക്കയിലേക്ക് പോയി, അടുത്തയാൾ 69 പോയി. And I was left in India. ഞാൻ ഇന്ത്യയിൽ തുടർന്നു. I finished my engineering. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. Then I got job in Siemens. I went to Germany. There I met the Lord. തുടർന്ന് ഞാൻ സീമൻസ് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറുകയും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലേക്ക് പോകുകയും അവിടെ വെച്ച് യേശു കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുകയും ചെയ്തു. My brothers are very keen. I must migrate to America. എൻ്റെ സഹോദരന്മാർ പലപ്പോഴും ഞാനും അമേരിക്കയിലേക്ക് കുടിയേറി ചെല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു. And my eldest brother was very keen. He was very influential in the government of the US. അദ്ദേഹം, എൻ്റെ മൂത്ത ബ്രദർ അമേരിക്കയിൽ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഞാനും അവിടേക്ക് ചെല്ലണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. He was a professor in Harvard University in business school. ഹാർവർഡ് ബിസിനസ് സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനായിരുന്നു, പ്രൊഫസർ ആയിരുന്നു. And he sponsored me for a green card. എനിക്കൊരു ഗ്രീൻ കാർഡ് കിട്ടുന്നതിനായി അദ്ദേഹം എന്നെ സ്പോൺസർ ചെയ്തു. Without asking me, he sponsored. എന്നോട് ചോദിക്കാതെ തന്നെ എനിക്ക് വേണ്ടി അത് ഒരുക്കി തന്നു. When I got a letter from the American embassy, your application made in Boston has been approved. You make your application, take your green card. തുടർന്ന് എനിക്ക് അമേരിക്കൻ എംബസിയിൽ നിന്നും എഴുത്തു കിട്ടി, ബോസ്റ്റണിൽ നിന്നും നിങ്ങൾക്ക് ഗ്രീൻ കാർഡിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു, അത് അപ്രൂവ് ചെയ്തിരിക്കുന്നു, അത് സ്വീകരിക്കണമെന്ന് എഴുത്ത് എനിക്ക് ലഭിച്ചു. I wrote a letter back to the embassy. ഞാൻ മറുപടിയായി ഒരു കത്ത് ഇപ്രകാരം എഴുതി, Thank you, but no thank you. എനിക്ക് നന്ദിയുണ്ട്, എന്നാൽ എനിക്ക് നന്ദിയില്ല. Because God called me for India. ഞാൻ ചിന്തിക്കുന്നു, എന്നെ ദൈവം വിളിച്ചത് ഇന്ത്യയിലേക്കാണ്. What a joy to be a witness in this wonderful country of India. ഈ മനോഹരമായ രാജ്യത്ത് യേശു കർത്താവിന്റെ ഒരു സാക്ഷിയായി ജീവിക്കുന്നത് എത്ര ആനന്ദകരമായ കാര്യമാണ്. And some people tell me, I want to go to America, make a lot of money and support the ministry in India. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ അമേരിക്കയിലേക്ക് പോകാം, അവിടെ ചെന്ന് നല്ല പണമുണ്ടാകുമ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് ആവശ്യമായ പണം നൽകാം. Because my heart is in India. അവർ പറയും, എൻ്റെ ഹൃദയം ഇപ്പോഴും ഇന്ത്യയിലാണ്. I have a simple question. എനിക്ക് അവരോടൊരു ലളിതമായ ചോദ്യമുണ്ട്. If your heart is in India, why is your body in America? നിങ്ങളുടെ ഹൃദയം ഇന്ത്യയിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം അമേരിക്കയിലായിരിക്കുന്നത്? I'm not against going to America. Don't misunderstand me. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അമേരിക്കയിലേക്ക് പോകുന്നതിന് ഞാൻ എതിരല്ല. The whole world is God's field. ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. But the best place to be is where God wants you to be. എന്നാൽ നാം എവിടെ ആയിരിക്കണം, ഏറ്റവും നല്ല സ്ഥലം എന്നുള്ളത് ദൈവം നാം എവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. I'm not against people going to America or Germany or France or whatever. അമേരിക്കയിലേക്കോ ഫ്രാൻസിലേക്കോ ജർമ്മനിയിലേക്കോ ആളുകൾ പോകുന്നതിന് ഞാൻ എതിരല്ല. But you want to go there because you want to go there or God's called you there? പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹമാണോ, ദൈവം നിങ്ങളെ അവിടേക്ക് അയക്കുന്നതാണ്? Another young man told me, ഒരു യൗവനക്കാരനോട് ഇപ്രകാരം പറഞ്ഞു, I want to go to Vancouver. എനിക്ക് വാൻകൂവറിലേക്ക് പോകണം. Because I have a heart for Sikhs, Sardarjis.
എനിക്ക് എൻ്റെ ഹൃദയം എന്ന് പറയുന്ന അവിടെയുള്ള സിഖ് മതത്തിലുള്ള ആളുകളിലേക്കാണ്. I heard there are a lot of Sardarjis in Vancouver. ഞാൻ കേട്ടിരിക്കുന്നു വാൻകൂവറിൽ ഒത്തിരി സിഖ് മതത്തിലുള്ളവരുണ്ട്. I have a simple question. എനിക്കൊരു ലളിതമായ ചോദ്യമുണ്ട്. Are there no Sardarjis in India? ഇന്ത്യയിൽ സർദാർജിമാരില്ലേ? സിഖ് മതത്തിലുള്ളവരില്ലേ? Sardarjis. പഞ്ചാബിൽ സർദാർജിമാരില്ലേ? So he went off to the thing. Now he's no ministry for him. He's just doing some business. അദ്ദേഹം ഇവിടെ ഒന്ന് പോയി, അവിടെ ചെന്നു. ഇപ്പോൾ ശുശ്രൂഷകളൊന്നുമില്ല, അവിടെ ചില ബിസിനസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So please make the right choices. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ദയവായി നിങ്ങൾ ശരിയായ തെരഞ്ഞെടുപ്പുകളെ നടത്താവൂ. I have traveled all over the world, 53 countries I told you, but nice to visit, but not to live, because I'm called here. ഞാൻ ലോകമെല്ലാം സഞ്ചരിക്കുന്നയാൾ. 53 രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ നാട്ടിലേക്കാണ്. It's a wonderful country to be in, to share the gospel through your lives, through your words. നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും സുവിശേഷം പങ്കുവെക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മുടെ രാജ്യം. Please don't be led by the flesh, be led by the Holy Spirit. നമ്മൾ ജഡത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാവരുത്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകണം. He gives us wisdom. അവൻ നമുക്ക് ജ്ഞാനം നൽകുന്നു. 1 Corinthians 12:8. He gives us wisdom, word of wisdom. 1 കൊരിന്ത്യർ നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമുക്ക് ജ്ഞാനം നൽകുന്നു. 12th chapter verse 8 talks about the word of wisdom given by the Holy Spirit. അവിടെ പറയുന്നത് അവൻ ജ്ഞാനത്തിന്റെ വചനത്തെ ആത്മാവിനാൽ നമുക്ക് തരുന്നു എന്നാണ്. He pours out God's love into our hearts. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവ സ്നേഹത്തെ പകരുകയാണ്. Romans chapter 5 verse 5. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. He makes us holy. അവൻ നമ്മെ വിശുദ്ധരാക്കുന്നു. The Holy Spirit makes us holy. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. Because he'll counsel us and empower us in the right ways of God. അവൻ നമ്മെ ഉപദേശിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്ത് ശരിയായ വഴിയിൽ നമ്മെ നയിക്കുകയാണ്. When I refused my green card to USA, എനിക്ക് US ഗ്രീൻ കാർഡ് വേണ്ട എന്ന് വെച്ചപ്പോൾ my family was very unhappy. എൻ്റെ കുടുംബം അത്ര സന്തുഷ്ടിയുള്ളവരായിരുന്നില്ല. They all loved me. They wanted me to be with them in America. അവർ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ എന്നോട് പറഞ്ഞു, ഞാനും അവരോടൊപ്പം അമേരിക്കയിലേക്ക് My two പോകണം. sisters also migrated. എൻ്റെ 2 സഹോദരിമാരും അമേരിക്കയിലേക്ക് Because കുടിയേറി. the children were there, they also went there. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരും അവിടേക്ക് പോയി. My mother was very unhappy with me that time. ആ സമയത്ത് എൻ്റെ മാതാവും എന്നെക്കുറിച്ച് അത്ര സന്തുഷ്ടി ഉണ്ടായിരുന്നില്ല. He said, before I die, I have 2 desires. എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്. One, my daughter must visit America. ഒന്നാമത്തേത്, എൻ്റെ മകൾ അമേരിക്ക സന്ദർശിക്കണമെന്നാണ്. You must settle down in America. അതിനുശേഷം അവിടെ താമസിക്കണം എന്നുള്ളതാണ്. Otherwise, you might develop an inferiority complex. Your brothers are doing so well and you are here in India. അതിനുശേഷം എൻ്റെ മാതാവ് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നിൽ ഒരു അപകർഷതാ ബോധമുണ്ടാവാൻ സാധ്യതയുണ്ട്. നിന്റെ സഹോദരങ്ങളെല്ലാം അമേരിക്കയിലാണ്, നീ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. Her first request was granted. She wanted her daughter to visit America. She not only visited, she settled down there also. ആദ്യത്തെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടു. മകൾ അമേരിക്കയിൽ പോവുക മാത്രമല്ല, അവിടെ വാസം ആരംഭിക്കുകയും ചെയ്തു. The second is about me. രണ്ടാമത്തെ ആഗ്രഹം എന്നെ കുറിച്ചായിരുന്നു. That was not answered. അത് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. Then my mother became a believer. അതിനുശേഷമാണ് എൻ്റെ മാതാവ് ഒരു വിശ്വാസിയായി She തീർന്നത്. turned to Jesus. യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. Then she told me, അതിനുശേഷം അവൾ എന്നോട് പറഞ്ഞു, before she died, മരിക്കുന്നതിന് മുൻപ് ഇപ്രകാരം എന്നോട് I പറഞ്ഞു, want you to go to settle down in America നീ അമേരിക്കയിൽ പോയി താമസിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, like your brothers. നിന്റെ സഹോദരങ്ങളെ പോലെ. But now I wish they were like you. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ സഹോദരങ്ങളെല്ലാം നിന്നെ പോലെ ആകണമായിരുന്നു. Because I know ultimately where I'm going to heaven. എനിക്കറിയാമായിരുന്നു ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ സ്വർഗത്തിലേക്കുള്ള I യാത്രയിലാണ്. sometimes joke about it. If you want to go to heaven, first go to Tiruvalla. Via Tiruvalla, you go to heaven. ഞാൻ സാധാരണയായി ഒരു തമാശ പറയാറുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കണമെങ്കിൽ തിരുവല്ല വഴി പോവുക, അങ്ങനെയാണ് പോകാൻ സാധിക്കുക. Please learn Malayalam. മലയാളം പഠിക്കുക. I'm just joking. അതൊരു തമാശ But it's മാത്രമാണ്. so wonderful to know that God raised up so many men and women of God from this part of the country. ഈ രാജ്യത്തിന്റെ ഈ ഭാഗത്ത് ദൈവത്തിനു വേണ്ടി അനേക ആളുകളെ ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ So കാര്യമാണ്. Holy Spirit empowers us to be led in the right way. He revealed to us the will of God. ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി ശരിയായ പാതയിൽ സഞ്ചരിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. If you want to know the will of God in your life, seek the counsel of the Holy Spirit.
ദൈവത്തിന്റെ ഹിതമെന്താണ് എന്ന് നാം അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം നേടാൻ നമ്മൾ ശ്രമിക്കണം. He is a counselor. പരിശുദ്ധാത്മാവ് ഒരു ഉപദേശകനാണ്, സഹായകനാണ്. In John 14:16 is referred to as the Parakletos, a counselor, encourager, comforter. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പാരാക്ലീറ്റോസ്, സഹായകനായി, ഉപദേശിക്കുന്നവനായി യോഹന്നാൻ അപ്പോസ്തലൻ He വെളിപ്പെടുത്തുകയാണ്. always encourages us. എപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ആത്മാവാണ്. Now there are 3 words I want us to know, the Greek words. 3 യവനായ പദങ്ങൾ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Parakalio, meaning encouraging. പരക്കാലിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ധൈര്യപ്പെടുത്തുന്നവൻ എന്നാണ്, ധൈര്യപ്പെടുക എന്നാണ്. Paraklesis means encouragement. പാരാക്ലേസിസ് എന്ന് പറയുന്നത് ധൈര്യം. Parakletos means encourager. പാരാക്ലേറ്റോസ് എന്ന് പറയുന്നത് ധൈര്യപ്പെടുത്തുന്നവൻ എന്നാണ്. The Holy Spirit is referred to as the Parakletos. പരിശുദ്ധാത്മാവിനെ പാരാക്ലേറ്റോസ് എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ധൈര്യപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം. He lives in us. അവൻ നമ്മിൽ If ജീവിക്കുന്നവനാണ്. we are led by the Holy Spirit, നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നെങ്കിൽ, if we have fellowship with the Holy Spirit, ആത്മാവുമായി നമുക്ക് കൂട്ടായ്മ സാധിക്കും. we will always be encouraged. എപ്പോഴും അവൻ നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. Have you ever wondered why sometimes in many churches at the end of the service there's a benediction? സാധാരണ പള്ളികളിലെല്ലാം ആരാധന അവസാനിക്കുമ്പോൾ ഒരു ആശീർവാദമുണ്ട്. 2 Corinthians 13:14. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. Now may the grace of our Lord Jesus Christ, the love of God the Father, and the fellowship of the Holy Spirit be with you now and forevermore. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് അവിടെ ആശീർവാദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. It's not benediction, don't go away. I still have 25 minutes left. ഞാൻ ആശീർവാദം പറഞ്ഞതല്ല, നിങ്ങൾ ആരും പോകരുത്, ഇനിയും എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനായിട്ടുണ്ട്. That's the last verse of 2 Corinthians 13 chapter, verse 14. 2 കൊരിന്ത്യരുടെ അവസാനത്തെ വാക്യമാണത്. It goes like this. Because the love of God the Father, He sent Jesus to the world. ദൈവത്തിന്റെ സ്നേഹത്താൽ തന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. And through the grace of Jesus been given the Holy Spirit. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. For us to have fellowship with Him. അവനോട് കൂട്ടായ്മ ആചരിക്കുന്നതിനാണ്. Now and forevermore. ഇപ്പോൾ മാത്രമല്ല, സദാകാലത്തേക്കും. Every Sunday we hear the same thing. എല്ലാ ഞായറാഴ്ചയും ഇത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. Fellowship now and forevermore. കൂട്ടായ്മ ഇപ്പോഴും സദാകാലത്തേക്കും. Next Sunday now and forevermore. അടുത്ത ഞായറാഴ്ച നമ്മൾ ഇത് തന്നെ കേൾക്കും, ഇപ്പോഴും സദാകാലത്തേക്കും. One Sunday if you listen and obey, why would God make the pastor Achan say every Sunday same thing? ഒരു ഞായറാഴ്ചയെങ്കിലും നമ്മൾ ഇത് കേട്ട് അനുസരിക്കുമെങ്കിൽ അടുത്ത ഞായറാഴ്ച വീണ്ടും അത് പറയിപ്പിക്കുന്നത് എന്തിനാണ്? The problem is we are not having fellowship with the Holy Spirit. അതിന്റെ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമുക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. How do we have fellowship with Him? എങ്ങനെയാണ് പരിശുദ്ധാത്മാവുമായി നമുക്ക് കൂട്ടായ്മ സാധ്യമാകുന്നത്? How does He speak to us? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? Through scriptures. തിരുവെഴുത്തുകളിലൂടെയാണ് അവൻ He's the സംസാരിക്കുന്നത്. author of the Bible. തിരുവെഴുത്തിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. He inspired everyone to write the scriptures. ഈ ഗ്രന്ഥം എഴുതിയതായ, തിരുവെഴുത്തുകൾ എഴുതിയതായ എല്ലാവരെയും പ്രചോദിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. 40 different people. 40ഓളം വ്യത്യസ്തങ്ങളായ ആളുകൾ. Over 1500-600 years. 1600 വർഷങ്ങളോളം. And that's why it's called the Word of God, not words of God, but Word of God. One word, complete. വാക്യങ്ങൾ, ദൈവത്തിന്റെ വാക്യങ്ങൾ എന്നല്ല നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്നാണ്. And He will guide us, He will lead us, He will speak to us. അവൻ നമ്മെ നയിക്കും, അവൻ നമ്മെ നിയന്ത്രിക്കും, അവൻ നമ്മോട് സംഭാഷിക്കും. How does He make us holy? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധരാക്കി In തീർക്കുന്നത്? 2 Timothy 1:9, Paul writes to Timothy, He saved us and called us to a holy life. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. He saves us, thereafter we are called to live a life to Jesus. For Jesus. അവൻ നമ്മെ രക്ഷിക്കുന്നു, അതിനുശേഷം ദൈവത്തിനായി ജീവിക്കാനായി നമ്മെ വിളിക്കുകയും ചെയ്യുന്നു. And to live for Him means to live by the word, like I shared on Tuesday, and live as led by the Holy Spirit.
ഞാൻ ചൊവ്വാഴ്ച പങ്കുവെച്ചതുപോലെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം ദൈവത്തിനായി ജീവിക്കുന്നത് ആദ്യമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയാനായി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനായി, നിയന്ത്രിക്കപ്പെടുന്നവരായി ജീവിക്കുവാനും അവൻ നമ്മെ വിളിക്കുന്നു. Practically, how does he make us holy? പ്രായോഗികമായി എങ്ങനെയാണ് അവൻ നമ്മെ വിശുദ്ധരാക്കി When you തീർക്കുന്നത്? go to God in prayer, നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പ്രാർത്ഥനയിലൂടെ പോകാം. the Holy Spirit will help us to pray, പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ സഹായിക്കും. and he will reveal to us secret sins in our heart. തുടർന്ന് രഹസ്യ കാര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് അവൻ വെളിപ്പെടുത്തി തരും. In the Psalm of Moses, in Psalm 90, he writes in verse 8, 90-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം മോശ എഴുതുന്നുണ്ട്: you have set our iniquities before you, our secret sins in the light of your presence. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. Rahasya Pavam, that means secret sins. രഹസ്യ പാപങ്ങളെ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്ന് It രേഖപ്പെടുത്തിയിരിക്കുന്നു. is so secret, even we don't know. ഇത് ഒരുപക്ഷെ നമുക്ക് പോലും അറിയാത്ത വണ്ണം രഹസ്യമായിട്ടിരിക്കുന്നു. People don't know, we don't know, but he reveals. ഒരുപക്ഷെ മറ്റുള്ളവർ അറിയുന്നില്ല, നാമും അറിയുന്നില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് A വെളിപ്പെടുത്തി simple thing like someone said something rude to you that day. ഒരുപക്ഷെ അത് ലളിതമായൊരു കാര്യം ഒരാളോട് പറഞ്ഞു, അത് പക്ഷെ ഞാൻ അറിയുന്നില്ലായിരിക്കാം. You got hurt, നമ്മൾ അതിൻ പ്രകാരം വേദനിച്ചിട്ടുണ്ടാവാം. you got insulted, ഒരുപക്ഷെ ആ ആള് വല്ലാതെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകാം. then you got angry, അതിനുശേഷം അവർക്ക് കോപം വന്നിട്ടുണ്ടാവാം. slowly you're developing little bit ill will and bitterness. തുടർന്ന് ഹൃദയത്തിൽ ഒരു കയ്പും പ്രയാസങ്ങളും വളർന്നു വരുന്നതായി നമ്മൾ കാണുന്നു. It starts with the insult, hurt, ill will, anger, bitterness, hatred. അത് ഒരു അപമാനത്തിൽ ആരംഭിക്കുകയും തുടർന്ന് അതൊരു വേദനയായി മാറുകയും പിന്നീട് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു വേദനയായി വളർന്ന് നമ്മെ അത് വേദനിപ്പിക്കുകയും ചെയ്യും. All developing in the heart. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. When you go to the Lord, നാം ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ he will do open heart surgery. ദൈവം നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് ഒരു ശസ്ത്രക്രിയ ചെയ്യും. He will say, see, you know, how something is developing. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ വളരുന്നത് എന്ന് അവൻ നമുക്ക് മനസ്സിലാക്കി തരും. Starting with a small insult is developing into hatred. നമ്മുടെ ഉള്ളിലെ ഒരു ചെറിയ അപമാന ഭാരം അത് പിന്നീട് വെറുപ്പായി രൂപപ്പെടുകയാണ്. Throw it away. അതിനെ നമ്മൾ പുറത്താക്കി It's going കളയണം. to affect you. അത് നിന്നെ ബാധിക്കാനായി പാടില്ല. Because bitterness actually affects us. നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു കയ്പ് നമ്മെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട്. We have to get rid of all bitterness. ആ കയ്പിനെ എല്ലാം നാം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. We are called to forgive as God forgave. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നതിനാണ്. When God forgave, he forgot. ദൈവം ക്ഷമിക്കുക മാത്രമല്ല അവൻ മറക്കുകയും Old ചെയ്യുന്നവനാണ്. Testament testifies prophecy about you and me. He will forgive their sins and remember their sins no more. പഴയ നിയമം പ്രവാചകരിലൂടെ നമ്മോട് പറയുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അതിനെ ഒരിക്കലും ഓർക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുവെന്നാണ്. Now some people say, I can forgive, I cannot forget. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. Colossians 3:13, forgive as God forgave. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവം ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കണം, ദൈവം മറന്നതുപോലെ നമ്മൾ മറക്കണം. So some people say, I can forgive, I cannot forget. ചില ആളുകൾ പറയും, എനിക്ക് ക്ഷമിക്കാൻ കഴിയും പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ല. Why can't you forget? എന്തുകൊണ്ടാണ് നിനക്ക് മറക്കാൻ കഴിയാത്തത്? I've got a very good memory. എനിക്ക് നല്ല ഓർമ്മശക്തിയുള്ളയാളാണ്. 25 years back, someone insulted you, someone spoke badly about you, remember that. 25 വർഷം മുമ്പ് നമുക്കെതിരെ ആരോ സംസാരിച്ചതും നമ്മെ വേദനിപ്പിച്ചതും നമ്മൾ നന്നായി ഓർക്കുന്നു. What do you do, brother? I've got a very good memory, I can't forget. എന്ത് ചെയ്യാനാണ് സഹോദര, എനിക്കൊരു നല്ല ഓർമ്മശക്തി ഉണ്ട്, അതിനാൽ എനിക്ക് മറക്കാൻ കഴിയില്ല. Same person ask, what did Achan preach last Sunday in your church? എന്നാൽ അതേ ആളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളുടെ അച്ഛൻ എന്താണ് പള്ളിയിൽ പ്രസംഗിച്ചത്? I forgot. അത് ഞാൻ മറന്നിരിക്കുന്നു. Why? Poor memory. അപ്പോൾ പറയും, എനിക്ക് തീരെ ഓർമ്മശക്തി ഇല്ല, അതിനാൽ ഞാൻ മറന്നിരിക്കുന്നു. Many people have very good memory for wrongs, very poor memory for God's word. പല ആളുകൾക്കും നല്ല ഓർമ്മശക്തി ഉള്ളത് തെറ്റായ കാര്യങ്ങളെ ഓർക്കുന്നതിനാണ്, എന്നാൽ ശരിയായ കാര്യങ്ങളെ ഓർക്കുന്നതിന് ഓർമ്മശക്തി ഇല്ലാതെയും ഇരിക്കുന്നു. We remember what we want to remember. നാം സാധാരണ ഓർക്കുന്നത് നാം എന്ത് ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. When you live by the Holy Spirit, He will show you, my dear child, don't let this develop into bitterness. നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ജീവിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് നമ്മോട് പറയും നിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കയ്പ് വളർന്നു വരുന്നത്. Through Christ, God has forgiven you, you also forgive. ക്രിസ്തുവിലൂടെ നമുക്ക് ക്ഷമ കിട്ടിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾക്കും ക്ഷമിക്കാനായി സാധിക്കണം. He forgave unconditionally, you forgive unconditionally. പരിധിയില്ലാതെ ക്ഷമിക്കുന്നവനാണ് ദൈവം, അതുകൊണ്ട് തന്നെ നാമും പരിധിയില്ലാതെ ക്ഷമിക്കുന്നവരാകണം. Still there are many obstinate Christians who will refuse to forgive. എന്നാൽ പല ക്രിസ്ത്യാനികളും ക്ഷമിക്കാൻ വളരെ മടിയുള്ളവരാണ്. I know God has forgiven me, but I can't forgive. അവർ പറയും ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. Such people I say, ഞാൻ അവരോട് പ്രത്യേകമായി ഞാൻ പറയട്ടെ, if you have unforgiveness against certain person, നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് ചിലതുണ്ടെങ്കിൽ, it's like drinking poison and expecting him to die. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വിഷം കുടിക്കുകയും മറ്റേ മനുഷ്യൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. It's very stupid. It doesn't happen like that. അത് വളരെ ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. The Holy Spirit is so gentle, so kind. He said, my child, this is not for you. You are a child of God. You forgive. പരിശുദ്ധാത്മാവ് നമ്മോട് മൃദുസ്വരത്തിൽ പറയുന്നു, ദൈവ മകനെ മകളെ നീ എല്ലാവരോടും ക്ഷമിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. He pours out his love into our hearts. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവന്റെ സ്നേഹത്തെ അവൻ പകർന്നിരിക്കുകയാണ്. When you live by the Spirit, he will not only counsel us, he will empower us to obey what he counsels us. അവൻ നമ്മെ ഉപദേശിക്കുക മാത്രമല്ല, ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുമ്പോൾ എങ്ങനെ ക്ഷമിക്കണമെന്ന് നമുക്ക് ധൈര്യം നൽകുകയും ചെയ്യുന്നു. He'll pour out God's love into our hearts. ക്രിസ്തുവിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് അവൻ പകരുകയാണ്. One aspect of love is love keeps no record of wrongs. സ്നേഹത്തിന്റെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് തെറ്റിനെ കുറിച്ചുള്ള കണക്കുകൾ സൂക്ഷിക്കുകയില്ല സ്നേഹം. Let's look at that passage, a beautiful passage on love, 13th chapter of 1 Corinthians verses 4 to 8. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. If you have your Bibles, you can open it, and along with Achan, you can follow that. Every phrase is so powerful, and we are called to manifest that love. നിങ്ങളുടെ കൈകളിൽ വേദപുസ്തകമുണ്ടെങ്കിൽ കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ കൊണ്ടുവരാം. Love is patient. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും Love is kind. ദയ കാണിക്കുകയും ചെയ്യുന്നു. It does not envy. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. It does not boast. സ്നേഹം നിഗളിക്കുന്നില്ല. It's not proud. ചീർക്കുന്നില്ല. It's not rude. അയോഗ്യമായി നടക്കുന്നില്ല. It's not self-seeking. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. Not easily angered. ദേഷ്യപ്പെടുന്നില്ല. Love keeps no record of wrongs. ദോഷം കണക്കിടുന്നില്ല. Love doesn't let evil rejoice with the truth. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. Love always protects, always trusts, always hopes, always perseveres. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. And the climax is love never fails. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല എന്നുള്ളതാണ് അതിന്റെ സംഗ്രഹം എന്ന് പറയുന്നത്. What a beautiful description of love. സ്നേഹത്തെക്കുറിച്ചുള്ള എത്ര മനോഹരമായ ഒരു വിവരണമാണിത്. That's God's love for us. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. And we're called to manifest that love towards others. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ, പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. Even to enemies. ശത്രുക്കളോട് പോലും ആ സ്നേഹത്തെ വെളിപ്പെടുത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Our Lord qualified the Old Testament law. പഴയ നിയമത്തിലെ നിയമങ്ങളെ യേശു കർത്താവ് പുതുതായി വ്യാഖ്യാനിക്കുന്നുണ്ട്. He summarized the entire Old Testament law into 2 commandments. പഴയ നിയമത്തിലുള്ള സർവ്വ നിയമങ്ങളും 2 കൽപ്പനകളിലേക്ക് യേശു കർത്താവ് ചുരുക്കി പറയുന്നുണ്ട്. In Mark 12:30, love your God all your heart, soul, mind and strength. Love your neighbor as yourself. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. He summarized the Old Testament law into 2 laws. പഴയ നിയമത്തിലെ സർവ്വ നിയമങ്ങളെയും 2 കൽപ്പനകളിൽ കർത്താവ് സംഗ്രഹിക്കുകയാണ്. He added one more law. ഒരു നിയമം കൂടെ കർത്താവ് അതിനോട് ചേർക്കുകയാണ്. Love your enemies. ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ളത് അതിനോട് Old കൂട്ടിച്ചേർക്കുകയാണ്. Testament compressed into loving God, all your heart, soul, mind and strength. Love your neighbor as yourself. Neighbor for a Jew is a fellow Jew. പഴയ നിയമം നമ്മളോട് പറയുന്നത് ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്നും സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുമാണ്. സഹോദരൻ എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് യഹൂദരെയാണ്. And in Matthew 5:43-44, Jesus says,
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43-44 വാക്യങ്ങളിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു. You heard it was said, love your neighbor and hate your enemy. But I say unto you, love your enemies. കർത്താവ് ഇപ്രകാരം നമ്മോട് പറയുന്നു 43-ാമത്തെ വാക്യത്തിൽ, കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. Love your enemies. ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് കർത്താവ് കൽപ്പിക്കുകയാണ്. The New Testament teaching. അത് പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കുകയാണ്. Jesus' teachings. അത് യേശുവിന്റെ പഠിപ്പിക്കുകയാണ്. And he said in John 14:23, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. If you love me, you will obey my teaching. Very simple. കർത്താവ് പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. Do you love God? നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? Do you love Jesus? നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? If you agree, say amen. നിങ്ങൾ അത് സമ്മതിക്കുന്നെങ്കിൽ ഒരു ആമീൻ പറയണം. Amen. Praise God. He loves us. He loves all of us. അവൻ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. Do we love him? നീ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? If we love him, obeying him is not a burden. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭാരമായ കാര്യമല്ല. I ask Christians sometimes, is obeying Jesus difficult for you? ഞാൻ സാധാരണ മറ്റ് വിശ്വാസികളോട്, ക്രിസ്ത്യാനികളോട് ചോദിക്കാറുണ്ട്, യേശുവിനെ അനുസരിക്കുന്നത് ഒരു ഭാരമുള്ള കാര്യമാണോ? Yes, brother, very difficult to live for him in this wicked world. ചില ആളുകൾ എന്നോട് പറയും, അത് ശരിയാണ് സഹോദര, പലപ്പോഴും ഈ ദുഷ്ടലോകത്തിൽ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നത് വലിയ കഷ്ടതയുള്ള കാര്യമാണ്. And then I asked them, what do you think the Bible says about the level of difficulty in obeying Jesus? തുടർന്ന് ഞാൻ അവരോട് ചോദിക്കും, എന്താണ് വേദപുസ്തകം പറയുന്നതിലുള്ള ഒരു പ്രയാസം, അതിൻ്റെ ഒരു നില എന്താണ്, യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള പ്രയാസത്തിന്റെ നില എന്താണെന്ന് വേദപുസ്തകം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? In 1 John chapter 5, 3, 4 and 5 we read a very beautiful passage. 1 John chapter 5, 3, 4 and 5. This is love for God, to obey his commandments, and his commandments are not burdensome. For everyone born of God overcomes the world. Is the victor overcomes the world, even our faith. Who is the one who overcomes the world? He believes that Jesus is the Son of God. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? We overcome the world by faith. It's not a burden, it's a joy. നാം ഈ ലോകത്തെ ജയിക്കേണ്ടത് വിശ്വാസത്തിലാണ്, അതൊരു ഭാരമുള്ള കാര്യമല്ല. On Sunday I'm going to speak on living by faith. ഞാൻ ഞായറാഴ്ച സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. To love enemies is a commandment of Jesus to us, to love enemies. ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. We can't do it by our strength. Forget about it. We can't do it by our strength. നമുക്ക് അത് നമ്മുടെ സ്വന്തം ശക്തിയാൽ സാധിക്കുന്ന കാര്യമല്ല, അതിനെ മറന്നു കളഞ്ഞേക്കുക. When the Lord went to Jerusalem for the last time to be arrested and crucified and resurrected, യേശു കർത്താവ് അവസാനമായി അവിടെ ബദ്ധനാക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനുമായി യെരുശലേമിലേക്ക് പോയപ്പോൾ he went along with his disciples. തന്റെ ശിഷ്യന്മാരും അവനോടൊപ്പം, അവരോട് കൂടെയാണ് പോയത്. On the eastern side of Jerusalem is the Mount of Olives. യെരുശലേമിന്റെ കിഴക്ക് വശം എന്ന് പറയുന്നത് ഒലിവ് മലയുടെ പ്രദേശങ്ങളാണ്. And top of that mountain is about 500 feet above the level of the east gate. കിഴക്കുള്ള ഗേറ്റിൽ നിന്നും ഏകദേശം 500 അടി മുകളിലാണ് അതുള്ളത്. And 1.1 kilometer down that slope. ആ ചരിവിൽ 1 കിലോമീറ്റർ താഴെയാണത്. When you come from Jericho, you come over the eastern side, climb to the Mount Olives and come down. എരികോവിലൂടെ നമ്മൾ വരുമ്പോൾ അതിന്റെ കിഴക്കേ വശത്താണ് വരുന്നത്. തുടർന്ന് ഒലിവ് മല കയറി വേണം താഴെ ഇറങ്ങാൻ. The Lord and Bethphage and Bethsaida is basically on top of Mount Olives, eastern side. ബെത്സൈദയിലേക്കാണ് അവൻ വരുന്നത്, അത് ഒലിവ് മലയുടെ കിഴക്കേ വശത്താണ്. This group is going to Jerusalem over the Mount of Olives. ഈ വലിയ കൂട്ടം ഒലിവ് മല കയറി യെരുശലേമിലേക്ക് പോവുകയാണ്. Disciples and Jesus are going. യേശുവും തന്റെ ശിഷ്യന്മാരുമാണ് പോകുന്നത്. And he sends messengers to a village nearby, a Samaritan village, to prepare for the arrival. തുടർന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് യേശുവിന്റെ വരവിനെ ഒരുക്കുന്നതിനായി ആളുകളെ, ദൂതന്മാരെ അയക്കുന്നുണ്ട്.
And the village people, a Samaritan, they refused to entertain the Jewish group. എന്നാൽ ഈ യഹൂദർ അവിടെ എത്തിയപ്പോൾ ശമര്യക്കാരായ ആളുകൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. In those days, Samaritans and Gentiles don't mix with Jews. Jews won't mix with them. ശമര്യക്കാരും ഇതര മതസ്ഥരും ആ കാലത്ത് യഹൂദരുമായി ചേർന്ന് പോകുമായിരുന്നില്ല. So Jesus sent messengers to a village nearby to prepare for their take some rest there. യേശു തന്റെ ദൂതന്മാരെ അവിടെ നിന്നും അയക്കുകയാണ് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതിനായി. The village people refused to entertain them. എന്നാൽ ആ ഗ്രാമത്തിലുള്ളവർ അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. The story is found in the book of Luke chapter 9 51 to 55. Later on you can check it out. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഈ കഥ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾക്ക് പിന്നാലെ അത് വായിക്കാവുന്നതാണ്. Read later on, you go back 51 to 55, fifth verse. 51 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് പിന്നാലെ വായിക്കാവുന്നതാണ്. But the village people refused to entertain the group. John and James go to Jesus. ഈ ആളുകൾ യേശു അയച്ച ആളുകളെ സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ John and James, യോഹന്നാനും യാക്കോബും യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു. they go and ask him a question. അവർ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. Lord, do you want us to call fire from heaven and destroy them? യേശുവിനോട് ചോദിച്ചു, ആകാശത്തു നിന്ന് തീ ഇറക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ? Do you want us to call fire? അവർ ആകാശത്തു നിന്ന് തീ ഇറക്കാനായി ആഗ്രഹിക്കുകയാണ്. They're not saying you call fire, we will call fire. Do you want us to call fire and destroy them? അവർ യേശുവിനോട് പറയുകയല്ല, നീ തീ ഇറക്കണമെന്നല്ല പറയുന്നത്, ഞങ്ങൾ ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. Fantastic faith they've got. അവർക്ക് വലിയ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. So much of faith but no love. വിശ്വാസം അനവധിയായുണ്ട്, എന്നാൽ സ്നേഹം അല്പം പോലുമില്ല. They had faith. If they call upon fire, fire will destroy them, like it happened in the case of Elijah in the Old Testament. പഴയ നിയമത്തിൽ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കാനായി ആഗ്രഹിക്കുന്ന വലിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. And the Lord tells them, you don't know by what spirit you're speaking. He's rebuking them. എന്നാൽ യേശു അവരെ ശാസിച്ചിട്ട് അവരോട് പറഞ്ഞു, ഏത് ആത്മാവിനാൽ നിങ്ങൾ ഇത് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. The Son of Man did not come to destroy men's lives, he came to save men's lives. മനുഷ്യപുത്രൻ നശിപ്പിക്കുന്നതിനായിട്ടല്ല വന്നത്, മറിച്ച് സകലരെയും രക്ഷിക്കുന്നതിനായിട്ടാണ്. By what spirit are you speaking? നിങ്ങൾ ഏത് ആത്മാവിനാലാണ് സംസാരിക്കുന്നത്? After listening to this Sermon on the Mount a few months back or 2 years back, ചില നാളുകൾക്കും ഒരുപക്ഷെ 2 വർഷങ്ങൾക്ക് മുൻപാകാം, അവരെല്ലാവരും യേശുവിന്റെ പർവ്വത പ്രസംഗം കേട്ടവരാണ്. they heard him say, love your enemies. യേശു അവരോട് പറഞ്ഞതാണ്, അവർ അത് കേട്ടതാണ്, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. Now what happened? Not even enemies, they're only inhospitable people. എന്നാൽ ഇവിടെ അവർ ശത്രുക്കൾ പോലുമല്ല, ആതിഥേയത്വം ഇല്ലാത്ത ആളുകൾ മാത്രമാണ്, അവരെ പോലും നശിപ്പിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. And the Lord is rebuking the disciples for talking like that. എന്നാൽ യേശു കർത്താവ് അപ്രകാരം സംസാരിച്ചതിന് ശിഷ്യരെ ശാസിക്കുകയാണ്. But the same disciples, after they're filled with the Holy Spirit, you find when John wrote the Gospel in AD 90 and the letters, love, 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 love. The whole theme is love. എന്നാൽ യേശു കർത്താവിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ട് ഈ വേദപുസ്തകം എഴുതുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ഈ വേദപുസ്തകം എഴുതുമ്പോൾ ഏകദേശം AD 90കളിലാണ് അത് എഴുതിയത്. അപ്പോൾ യോഹന്നാൻ എഴുതുന്നത് സ്നേഹം 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 എന്ന് മാത്രമാണ്. But that love was a love in the Spirit. ആ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിലുള്ള സ്നേഹമായിരുന്നു. The Colossian church was known for their faith in Christ and love for each other. കൊലോസിയയിലുള്ള സഭ ദൈവ സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ളവരോടുള്ള അവരുടെ സ്നേഹത്തെക്കുറിച്ചും നല്ലവണ്ണം മുതിർന്നു വന്ന സഭയായിരുന്നു. Faith in Christ and love for each other. ക്രിസ്തുവിലുള്ള വിശ്വാസവും പരസ്പരമുള്ള സ്നേഹവും. We think it's a perfect church. അത് സമ്പൂർണമായ ഒരു സഭയാണ്. So much of faith and they love each other. Very nice. ദൈവത്തിൽ വിശ്വാസമുള്ളവരും പരസ്പര സ്നേഹമുള്ളവരുമാണ് ഏറ്റവും മഹനീയമായ അവസ്ഥ. But Colossians chapter 1 verse 8 says this love was a love in the Spirit. കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിലുള്ള സ്നേഹമായിരുന്നു. There's a desperate need for God's love to be manifested in the church today all over the world. ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരു വലിയ ആവശ്യം എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹം ഈ സഭകളിലൂടെ വെളിപ്പെടണം എന്നുള്ളതാണ്. This love comes from the Holy Spirit. ഈ സ്നേഹം വരുന്നത് ആത്മാവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. When we talk about Holy Spirit, people generally think only about the gifts of the Holy Spirit. സാധാരണയായി നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് മാത്രമാണ്. We can have all the gifts of the Holy Spirit. നമുക്ക് ഒരുപക്ഷെ പരിശുദ്ധാത്മാവിന്റെ സർവ്വവരങ്ങളും നേടാൻ But കഴിഞ്ഞേക്കും. if you don't have love, you're like an empty gong. എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സർവ്വവരങ്ങളും നേടിയാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്നാണ്. 3 things remain: faith, hope and love. Greatest is love. 3 കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്: വിശ്വാസം,
പ്രത്യാശ, സ്നേഹം, അവയിൽ വലുതോ സ്നേഹം തന്നെ. In fact, the Apostle Paul wrote about this Thessalonian church. തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതുന്നു. He's thanking God for this church, ആ സഭയ്ക്കായി അവൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. for the work produced by faith, വിശ്വാസത്തിൽ അവരുടെ പ്രവൃത്തി, labor of love, സ്നേഹത്തിലുള്ള അവരുടെ ശുശ്രൂഷ, and endurance inspired by hope. വിശ്വാസത്തോടെ പ്രത്യാശയോടെ മുൻപോട്ട് പോകുന്ന അവസ്ഥ. Work, labor, endurance is what people see, the outward expression. നമ്മുടെ പുറമേയുള്ളതായ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രയത്നം, നമ്മുടെ സ്നേഹം, അതാണ് സകലരും കാണുന്നത്. What's the foundation? എന്താണ് അതിന്റെ അടിസ്ഥാനം? Work coming from faith, വിശ്വാസത്തിൽ നിന്നാണ് പ്രവൃത്തി വരുന്നത്. labor from love, സ്നേഹത്തിൽ നിന്നാണ് പ്രയത്നം വരുന്നത്. endurance or long suffering, facing difficulties by hope, through hope. പ്രത്യാശയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ദീർഘമായ കഷ്ടതകളിൽ സഹനം, അതും അങ്ങനെ വരുന്നതാണ്. Faith, hope, and love is a foundation. Work, labor, and endurance is the expression. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നുള്ളതാണ് അടിസ്ഥാനം. പ്രവർത്തനം, പ്രയത്നം, സകല കഷ്ടങ്ങളിലുമുള്ള സഹനം, അതാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. Faith comes from the Holy Spirit. 1 Corinthians 12 chapter verse 9. 1 കൊരിന്ത്യർ 12:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വിശ്വാസം ആത്മാവിനെ നമുക്ക് തരുന്നു. Hope to the Holy Spirit, Romans 15:13. ആത്മാവിലുള്ള പ്രത്യാശ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. And then endurance inspired by hope. Hope is from the Holy Spirit in Romans 15:13. റോമാലേഖനം 15-ാം അധ്യായത്തിൽ പ്രത്യാശയോടെ സഹനത്തോടെ ജീവിപ്പാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. And laboring for the Lord through love. Romans chapter 5 verse 5, Holy Spirit gives love into our hearts. റോമാലേഖനം 5-ാം അധ്യായത്തിൽ സ്നേഹത്തിലുള്ള പ്രയത്നത്തെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. So God gives all we need. Everything we need to serve Him, He has given to us. നാം എങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നുള്ളത് അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. We're all called to labor for the Lord. കർത്താവിന് വേണ്ടി പ്രയത്നം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. The word servant in many English Bibles is not really servant, it is slave. പല ഇംഗ്ലീഷ് വേദപുസ്തകങ്ങളും സെർവന്റ് എന്നുള്ള വാക്ക് അടിമ എന്ന വാക്കുമായി ചേർത്താണ് എഴുതിയിരിക്കുന്നത്. And the Greek word is doulos, D-O-U-L-O-S, it means slave. യവനായ പദം ഡ്യൂലോസ് എന്നുള്ളതാണ്, അതിന്റെ അർത്ഥം അടിമ എന്നാണ്. And I don't know the Malayalam Bible. Let's check up Romans 1:1, where Paul writes, I, Paul, a servant of Christ, called to be an apostle. What does it say for servant? റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, Romans 1:1. ദൈവം തന്റെ പുത്രന് നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ. Okay. Das actually is can also be servant, but is more than slave. In Hindi we say gulam for slave. ഇന്ത്യയിൽ മറ്റൊരു വാക്കാണ് ഗുലാം എന്ന് പറയുന്ന വാക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ദാസൻ എന്നുള്ളത് സെർവന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ പരിഭാഷയാണ്. A worker works, a laborer labors. ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ അത് ചെയ്യുന്നു, ഒരു ദാസൻ ശുശ്രൂഷ ചെയ്യുന്നു. A servant works, a slave labors. ഒരു സേവകൻ പ്രവൃത്തി ചെയ്യുന്നു, ഒരു അടിമ പ്രയത്നം ചെയ്യുന്നവനാണ്. When you serve God out of love for God, you labor out of love, you will never mind it, you will never feel bad about your service. ആത്മാവിൽ സ്നേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ, സ്നേഹത്തിന്റെ പ്രയത്നം നമ്മൾ ചെയ്യുമ്പോൾ, അത് നമ്മെ ഒരു തരത്തിലും ബാധിക്കാതെ അത് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. And God will give us strength through the Holy Spirit. നമുക്ക് അതിനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവിലാണ്. You'll never mind working hard for the Lord. അവൻ നമുക്ക് കഠിന പ്രയത്നം ചെയ്യുന്നതിനുള്ള ഒരു മനസ്സ് നൽകുന്നു. I remember once I spoke in 5 different evenings in 5 different countries. ഞാൻ ഒരിക്കൽ 5 വിവിധ രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. 5 nights, 5 different countries. 5 രാത്രികളിൽ 5 വിവിധ രാജ്യങ്ങളിൽ സംസാരിച്ചു. First night Zimbabwe. ആദ്യത്തെ രാത്രിയിൽ സിംബാബ്വേയിലാണ് സംസാരിച്ചത്. Second night Botswana. ബോട്സ്വാനയിലാണ് രണ്ടാമത്തെ രാത്രിയിൽ സംസാരിച്ചത്. Third night Dubai. ദുബായിലാണ് മൂന്നാമത്തെ രാത്രിയിൽ സംസാരിച്ചത്. Fourth night Delhi. നാലാമത്തെ രാത്രിയിൽ ഡൽഹിയിലാണ് സംസാരിച്ചത്. Fifth night Singapore. 5ാമത്തെ രാത്രിയിൽ സിംഗപ്പൂരിലാണ് സംസാരിച്ചത്. After all the 5 days I was fresh. ഈ 5 രാത്രിയിലും സംസാരിച്ചതിന് ശേഷവും ഞാൻ നല്ല പുതുക്കപ്പെട്ടവനായി കാണും. Because Holy Spirit refreshes us when we refresh other people.
നാം മറ്റുള്ളവരെ പുതുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മയും പുതുക്കുകയാണ്. We are all servants of Christ. നാം എല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷകരാണ്. The same blood that cleanses our sins to become God's children നമ്മെ ഏത് രക്തത്താൽ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തുവോ has made us servants of God. ആ അതേ രക്തം തന്നെ നമ്മെ ദൈവത്തിന്റെ യേശുവിന്റെ ശുശ്രൂഷകരാക്കി സേവകരാക്കി തീർത്തിരിക്കുന്നു. Please don't live for yourself. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരരുത്. Please don't live for the world. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരുമാകരുത്. Live for Christ. നാം ക്രിസ്തുവിന് വേണ്ടി You will ജീവിക്കണം. never be the loser when you choose to live for Him. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്നവരാകുകയില്ല. 2 Corinthians 5:15. 2 കൊരിന്ത്യർ 5:15. And He died for all, that those who live will no longer live for themselves, but for Him who died for them and was raised again. 2 കൊരിന്ത്യർ 5:15. 2 കൊരിന്ത്യർ 5:15 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. When I became a believer, ഞാനൊരു വിശ്വാസിയായി തീർന്നപ്പോൾ, before that I had a lot of ideas, lot of ambitions. അതിനു മുൻപ് എനിക്ക് ജീവിതത്തിൽ പല ആശയങ്ങളും പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. Electronics engineer, I want to go to USA, do digital systems, become a scientist. എനിക്ക് ഒരു എഞ്ചിനീയർ ആയതിനു ശേഷം അമേരിക്കയിലേക്ക് പോകണം, അവിടെ ഒരു ശാസ്ത്രജ്ഞനായി തീരണം, മറ്റ് ബിസിനസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. But everything changed when I became believer. എന്നാൽ ഞാൻ ഒരു വിശ്വാസിയായി തീർന്നു. My ambitions changed. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വലിയ മാറ്റമുണ്ടായി. Purpose in life changed. ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വലിയ മാറ്റമുണ്ടായി. Told my family members, I'm going to live for Jesus. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, ഞാൻ ഇനിയും ജീവിക്കാനായി പോകുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, യേശുവിന് I told വേണ്ടിയാണ്. my pastor in Germany, I'm going to give up my job and go into ministry. ഞാൻ ജർമ്മനിയിലായിരുന്നപ്പോൾ അവിടെയുള്ള എൻ്റെ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇനിയും എനിക്ക് വേണ്ടിയല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായി പോവുകയാണ്. He prayed and said, not right now, later on God will call you for ministry, now you serve. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിപ്പോഴല്ല, തുടർന്ന് നിന്നെ ദൈവം വിളിക്കും, ദൈവത്തിന്റെ ശുശ്രൂഷകനാകാൻ അന്നേരം മാത്രം നീ പോയാൽ മതി. I was working as an engineer and through that I went to so many countries. ഞാൻ അന്ന് ഒരു എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. അതിന് ഫലമായി പല രാജ്യങ്ങളിലും പോയി. After 19 years, the Lord said, now give up your job, now come follow me full time. 19 വർഷത്തിന് ശേഷം എന്നോട് ദൈവം പറഞ്ഞു, ഇനി നിന്റെ ജോലി ഉപേക്ഷിക്കുക, ഇനിയും പൂർണ്ണ സമയ ശുശ്രൂഷകനായി തീരുക. In those 19 years, wherever I went, God used me. 19 വർഷത്തിന് മുൻപ് അതിനുശേഷം ഞാൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ദൈവം എന്നെ ഉപയോഗിച്ചു. When my secular work came in the way of my ministry, I gave up my secular work. എപ്പോഴൊക്കെ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ മറ്റു പ്രവർത്തനങ്ങൾ കടന്നു വന്നാൽ ഞാനതിനെ ഒഴിവാക്കി ശുശ്രൂഷയിൽ മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകും. All you young people, whatever ambitions you have right now, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഇപ്പോഴുണ്ടെങ്കിലും don't love the world, love Jesus. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, യേശുവിനെ സ്നേഹിക്കണം. Put your plans at the feet of Jesus. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പദ്ധതികളുമെല്ലാം യേശുവിന്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുക. Tell him, Lord, make me a witness in my own country. You put me in this country, make me a witness. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഇതെന്റെ രാജ്യമാണ്, ഈ രാജ്യത്ത് നിന്റെ ഒരു സാക്ഷിയായി ജീവിക്കാനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. I want to serve you, Lord. ദൈവമേ, എനിക്ക് നിന്റെ സേവകനായി ശുശ്രൂഷകനായി തീരാൻ എനിക്ക് താല്പര്യമുണ്ട്. When I was working in my company and doing ministry, people used to ask me, are you full time? ഞാൻ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ശുശ്രൂഷകൾ ചെയ്യുന്നു. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കും, നിങ്ങൾ പൂർണ്ണ സമയ ശുശ്രൂഷകനാണോ? So they want a full time ministry. They say, are you full time? അവർ ചോദിക്കുന്നത് നിങ്ങൾ പൂർണ്ണ സമയമാണോ എന്നാണ്. I understand what they're saying. അവരെന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. No, I'm not full time. അപ്പോൾ ഞാൻ പറയും, ഞാൻ പൂർണ്ണ സമയമല്ല. I work in my company as an engineer, electronics engineer. ഞാൻ ആ കമ്പനിയിൽ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. I also share the word of God. ഞാൻ അപ്പോൾ എൻ്റെ സഹവാസത്തിൽ വരുന്നവരോടെല്ലാം ഈ സ്നേഹത്തെ പങ്കുവെക്കും. But actually, I am full time. എന്നാൽ ഞാൻ ശരിക്കും പൂർണ്ണ സമയത്തിൽ തന്നെ ആയിരുന്നു. I am a full time Christian. I am not a part time Christian. ഞാനൊരു പൂർണ്ണ സമയ ക്രിസ്ത്യാനിയാണ്. ഭാഗികമായി ക്രിസ്ത്യാനി ആവാൻ കഴിയില്ല. I am not a Sunday Christian. ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനി അല്ല. I am a 24/7 Christian. ഞാനൊരു 24 മണിക്കൂറും 7 ദിവസവും ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവനാണ്. Who is a servant of God? ആരാണ് ഒരു സേവകൻ, ഒരു One who does ശുശ്രൂഷകൻ? the will of God. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നവനാണ്. To do the will of God, you are a servant of God. That's all. നീ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നെങ്കിൽ നീ ഒരു സേവകനാണ്, ശുശ്രൂഷകനാണ്. Ephesians 5:17, Paul writes,
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നു, Don't be foolish, but understand what the Lord's will is. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ. Praise God. പ്രൈസ് ദൈവത്തിന് സ്തോത്രം. Thank you for patience and listening very carefully. And I'm going to pray for you. I want all of you to close their eyes. ഈ സന്ധ്യകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്നെ കേട്ടിരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. നമുക്ക് കണ്ണുകളെ If അടയ്ക്കാം. you agree with me, say amen to the prayer. നിങ്ങൾ എന്നോട് സമ്മതിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറയണം. Thank you, Father, for everyone listening here this evening. ദൈവമേ, ഈ രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവർക്കായും ഞാൻ നന്ദി പറയുന്നു. Holy Spirit, guide them and lead them. പരിശുദ്ധാത്മാവെ അവരെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണം. Reveal your will to them, Lord. ദൈവമേ, നിന്റെ ഹിതത്തെ അവർക്ക് വെളിപ്പെടുത്തി Lord, കൊടുക്കണം. make them your servants. Let them know your will and do your will, Lord. കർത്താവേ, നിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് നിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായി നിന്റെ ശുശ്രൂഷകരായി തീരാൻ അവരെ സഹായിക്കണമേ. If they made plans against your will, change those plans, O Lord. കർത്താവേ, നിന്റെ ഹിതത്തിന് വിരുദ്ധമായി ചില പദ്ധതികൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അതിനെ നീ മാറ്റിക്കൊടുക്കണമേ. Give them your wisdom to seek your will and find out your will and do it, Lord. കർത്താവേ, നിന്റെ ജ്ഞാനം അവർക്ക് നൽകി നിന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് ആ ഹിതത്തെ ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് കൃപ നൽകണമേ. Wherever they go, let them be blessed, Lord. കർത്താവേ, അവരെവിടെ പോയാലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ ഇടയാക്കണം. Teach them to live by the Holy Spirit. കർത്താവേ, നിന്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടുവാൻ ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let's all together say Amen. 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 God bless you all. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.